ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 18ാമത്തെ കോഡാണ് കേട്ടോ. ഞാൻ ഇന്നും പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് 18ാമത്തെ കോഡ് ഉപയോഗിച്ചിട്ട് ഇംഗ്ലീഷ് പഠിക്കാം. അപ്പോൾ ഞാനിന്നും പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് 18ാമത്തെ കോഡ് ഉപയോഗിച്ച് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. ഇന്ന് 18ാമത്തെ കോഡായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ വില്ലാണ്. വില്ല് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ടെൻസിലാണ് വില്ല് ഉപയോഗിക്കുക. ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞാൽ ഭാവി, അതായത് വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് നമ്മൾ വില്ല് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വില്ല് ഉപയോഗിച്ച് കുറച്ച് സെൻറ്റൻസുകൾ പറയാം കേട്ടോ. പോകുന്ന എങ്ങനെ പറയാം? ഐ വിൽ ഗോ ടു സ്കൂൾ. ഞാൻ സ്കൂളിൽ പോകും. തീർച്ചയായിട്ടും പോകും. ഐ വിൽ ഗോ ടു സ്കൂൾ. ഞാൻ സ്കൂളിൽ പോകും. വിളിക്കുന്ന എങ്ങനെ പറയാം? ഐ വിൽ കാൾ യു. ഞാൻ നിന്നെ വിളിക്കും. ഐ വിൽ കാൾ യു. ഞാൻ നിന്നെ വിളിക്കും. സഹായിക്കുന്ന എങ്ങനെ പറയാം? ഐ വിൽ ഹെൽപ്പ് യു. ഞാൻ നിന്നെ സഹായിക്കും. ഐ വിൽ ഹെൽപ്പ് യു. ഞാൻ നിന്നെ സഹായിക്കും. വരുന്ന എങ്ങനെ പറയാം? ഐ വിൽ കം ടുമാറോ. ഞാൻ നാളെ വരും. ഐ വിൽ കം ടുമാറോ. ഞാൻ നാളെ വരും. എങ്ങനെ പറയാം? ഐ വിൽ സ്റ്റഡി ഹാർഡ്. ഞാൻ നന്നായി പഠിക്കും. ഐ വിൽ സ്റ്റഡി ഹാർഡ്. ഞാൻ നന്നായി പഠിക്കും. ജോലി പൂർത്തിയാക്കുന്ന എങ്ങനെ പറയാം? ഐ വിൽ ഫിനിഷ് ദ വർക്ക്. ഞാൻ ജോലി പൂർത്തിയാക്കും. ഐ വിൽ ഫിനിഷ് ദ വർക്ക്. ഞാൻ ജോലി പൂർത്തിയാക്കും. കാണുന്ന എങ്ങനെ പറയാം? ഐ വിൽ മീറ്റ് യു ടുമാറോ. ഞാൻ നാളെ നിന്നെ കാണും. ഐ വിൽ മീറ്റ് യു ടുമാറോ. ഞാൻ നാളെ നിന്നെ കാണും. വാങ്ങുന്ന എങ്ങനെ പറയാം? ഐ വിൽ ബൈ എ ന്യൂ ഫോൺ. ഞാനൊരു പുതിയ ഫോൺ വാങ്ങും. ഐ വിൽ ബൈ എ ന്യൂ ഫോൺ. ഞാനൊരു പുതിയ ഫോൺ വാങ്ങും. സത്യം പറയുന്ന എങ്ങനെ പറയാം? ഐ വിൽ ടെൽ യു ദ ട്രൂത്ത്. ഞാൻ നിന്നോട് സത്യം പറയും. ഐ വിൽ ടെൽ യു ദ ട്രൂത്ത്. ഞാൻ നിന്നോട് സത്യം പറയും. കാത്തിരിക്കുന്ന എങ്ങനെ പറയാം? ഐ വിൽ വെയിറ്റ് ഫോർ യു. ഞാൻ നിനക്കായി കാത്തിരിക്കും. ഐ വിൽ വെയിറ്റ് ഫോർ യു. ഞാൻ നിനക്കായി കാത്തിരിക്കും. പഠിക്കുന്ന എങ്ങനെ പറയാം? ഐ വിൽ ലേൺ ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കും. ഐ വിൽ ലേൺ ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കും. പാചകം ചെയ്യുന്ന എങ്ങനെ പറയാം? ഐ വിൽ കുക്ക് ഡിന്നർ. ഞാൻ അത്താഴം പാചകം ചെയ്യും. ഐ വിൽ കുക്ക് ഡിന്നർ. ഞാൻ അത്താഴം പാചകം ചെയ്യും. വൃത്തിയാക്കുന്ന എങ്ങനെ പറയാം? ഐ വിൽ ക്ലീൻ മൈ റൂം. ഞാൻ എൻ്റെ മുറി വൃത്തിയാക്കും. ഐ വിൽ ക്ലീൻ മൈ റൂം. ഞാൻ എൻ്റെ മുറി വൃത്തിയാക്കും. അയക്കുന്ന എങ്ങനെ പറയാം? ഐ വിൽ സെൻഡ് യു എ മെസ്സേജ്. ഞാൻ നിനക്കൊരു സന്ദേശം അയക്കും. ഐ വിൽ സെൻഡ് യു എ മെസ്സേജ്. ഞാൻ നിനക്കൊരു സന്ദേശം അയക്കും. സന്ദർശിക്കുന്ന എങ്ങനെ പറയാം? ഐ വിൽ വിസിറ്റ് മൈ ഫ്രണ്ട്. ഞാൻ എൻ്റെ സുഹൃത്തിനെ സന്ദർശിക്കും. ഐ വിൽ വിസിറ്റ് മൈ ഫ്രണ്ട്. ഞാൻ എൻ്റെ സുഹൃത്തിനെ സന്ദർശിക്കും. ചെയ്യുന്ന എങ്ങനെ പറയാം? ഐ വിൽ ഡു മൈ ഹോംവർക്ക്. ഞാൻ എൻ്റെ ഗൃഹപാഠം ചെയ്യും. ഐ വിൽ ഡു മൈ ഹോംവർക്ക്. ഞാൻ എൻ്റെ ഗൃഹപാഠം ചെയ്യും. വെള്ളം കുടിക്കുന്ന എങ്ങനെ പറയാം? ഐ വിൽ ഡ്രിങ്ക് സം വാട്ടർ. ഞാൻ കുറച്ച് വെള്ളം കുടിക്കും. ഐ വിൽ ഡ്രിങ്ക് സം വാട്ടർ. ഞാൻ കുറച്ച് വെള്ളം കുടിക്കും. വരുന്ന എങ്ങനെ പറയാം? ഐ വിൽ കം ബാക്ക് സൂൺ. ഞാൻ ഉടൻ തിരിച്ചു വരും. ഐ വിൽ കം ബാക്ക് സൂൺ. ഞാൻ ഉടൻ തിരിച്ചു വരും. എങ്ങനെ പറയാം? ഐ വിൽ റിമെമ്പർ യു. ഞാൻ നിന്നെ ഓർക്കും. ഐ വിൽ റിമെമ്പർ പറഞ്ഞാൽ ഓർമ്മിക്കുക. ഐ വിൽ റിമെമ്പർ യു. ഞാൻ നിന്നെ ഓർക്കും. മറക്കില്ല എന്നിങ്ങനെ പറയാം? ഐ വിൽ നെവർ ഫോർഗെറ്റ് യു. ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല. ഐ വിൽ നെവർ ഫോർഗെറ്റ് യു. ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല. ശ്രമിക്കുന്ന എങ്ങനെ പറയാം? ഐ വിൽ ട്രൈ എഗെയിൻ. ഞാൻ വീണ്ടും ശ്രമിക്കും. ഐ വിൽ ട്രൈ എഗെയിൻ. ഞാൻ വീണ്ടും ശ്രമിക്കും. 5 മണിക്കുണ്ടാകുന്ന എങ്ങനെ പറയാം? ഐ വിൽ ബി ദർ അറ്റ് 5 o'clock. ഞാൻ അവിടെ 5 മണിക്കുണ്ടാകും. ഐ വിൽ ബി ദർ അറ്റ് 5 o'clock. ഞാൻ അവിടെ 5 മണിക്കുണ്ടാകും. തരുന്ന എങ്ങനെ പറയാം? ഐ വിൽ ഗിവ് യു എ ഗിഫ്റ്റ്. ഞാൻ നിനക്കൊരു സമ്മാനം തരും. ഐ വിൽ ഗിവ് യു എ ഗിഫ്റ്റ്. ഞാൻ നിനക്കൊരു സമ്മാനം തരും.
എങ്ങനെ പറയാം? ഐ വിൽ ടേക്ക് കെയർ ഓഫ് യു. ഞാൻ നിന്നെ പരിപാലിക്കും അല്ലെങ്കിൽ ശ്രദ്ധിക്കും. ഐ വിൽ ടേക്ക് കെയർ ഓഫ് യു. ഞാൻ നിന്നെ ശ്രദ്ധിക്കും. എന്നെങ്ങനെ പറയാം? ഐ വിൽ ഓപ്പൺ ദ ഡോർ. ഞാൻ വാതിൽ തുറക്കും. ഐ വിൽ ഓപ്പൺ ദ ഡോർ. ഞാൻ വാതിൽ തുറക്കും. എന്നെങ്ങനെ പറയാം? ഐ വിൽ ക്ലോസ് ദ വിൻഡോ. ഞാൻ ജനലടയ്ക്കും. ഐ വിൽ ക്ലോസ് ദ വിൻഡോ. ഞാൻ ജനലടയ്ക്കും. ഉത്തരം പറയുന്ന എങ്ങനെ പറയാ? ഐ വിൽ ആൻസർ യുവർ ക്വസ്റ്റ്യൻ. ഞാൻ നിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയും. ഐ വിൽ ആൻസർ യുവർ ക്വസ്റ്റ്യൻ. ഞാൻ നിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയും. കൊണ്ടുവരും എങ്ങനെ പറയാ? ഐ വിൽ ബ്രിങ് സം ഫുഡ്. ഞാൻ കുറച്ച് ഭക്ഷണം കൊണ്ടുവരും. ബ്രിങ് പറഞ്ഞാൽ കൊണ്ടുവരിക എന്നുള്ള അർത്ഥമാണ്. ഐ വിൽ ബ്രിങ് സം ഫുഡ്. ഞാൻ കുറച്ച് ഭക്ഷണം കൊണ്ടുവരും. പച്ചക്കറികൾ വാങ്ങുന്ന എങ്ങനെ പറയാ? ഐ വിൽ ബൈ സം വെജിറ്റബിൾസ്. ഞാൻ കുറച്ച് പച്ചക്കറികൾ വാങ്ങും. ഐ വിൽ ബൈ സം വെജിറ്റബിൾ. ഞാൻ കുറച്ച് പച്ചക്കറികൾ വാങ്ങും. സംസാരിക്കുന്ന എങ്ങനെ പറയാ? ഐ വിൽ ടോക്ക് ടു ഹിം. ഞാൻ അവനോട് സംസാരിക്കും. ഐ വിൽ ടോക്ക് ടു ഹിം. ഞാൻ അവനോട് സംസാരിക്കും. എൻ്റെ കൂടെ വരുമോ എന്നെങ്ങനെ ചോദിക്കുക? വിൽ യു കം വിത്ത് മീ. എൻ്റെ കൂടെ വരുമോ? വിൽ യു കം വിത്ത് മീ. എൻ്റെ കൂടെ വരുമോ? സഹായിക്കുമോ എന്നെങ്ങനെ ചോദിക്കുക? വിൽ യു ഹെൽപ്പ് മീ. നീ എന്നെ സഹായിക്കുമോ? വിൽ യു ഹെൽപ്പ് മീ. നീ എന്നെ സഹായിക്കുമോ? നീ എന്നെ വിളിക്കുമോ എന്നെങ്ങനെ പറയാ? വിൽ യു കോൾ മീ ടുനൈറ്റ്. ഇന്ന് രാത്രി നീ എന്നെ വിളിക്കുമോ? വിൽ യു കോൾ മീ ടുനൈറ്റ്. ഇന്ന് രാത്രി നീ എന്നെ വിളിക്കുമോ? ഇരിക്കുമോ എന്നെങ്ങനെ പറയാം? വിൽ യു വെയിറ്റ് ഫോർ മീ. നീ എനിക്കായി കാത്തിരിക്കുമോ? വിൽ യു വെയിറ്റ് ഫോർ മീ. നീ എനിക്കായി കാത്തിരിക്കുമോ? വരുമോ എന്നെങ്ങനെ പറയാം? വിൽ യു കം ടുമാറോ. നീ നാളെ വരുമോ? വിൽ യു കം ടുമാറോ. നീ നാളെ വരുമോ? ഞങ്ങളോടൊപ്പം ചേരുമോ എന്നെങ്ങനെ ചോദിക്കുക? വിൽ യു ജോയിൻ അസ്. നീ ഞങ്ങളോടൊപ്പം ചേരുമോ? വിൽ യു ജോയിൻ അസ്. നീ ഞങ്ങളോടൊപ്പം ചേരുമോ? കുറച്ച് വെള്ളം തരാമോ എന്നിങ്ങനെ ചോദിക്കുക? വിൽ യു ഗിവ് മീ സം വാട്ടർ. നീ എനിക്ക് കുറച്ച് വെള്ളം തരുമോ? വിൽ യു ഗിവ് മീ സം വാട്ടർ. നീ എനിക്ക് കുറച്ച് വെള്ളം തരുമോ? തുറക്കുമോ എന്നിങ്ങനെ ചോദിക്കുക? വിൽ യു ഓപ്പൺ ദ ഡോർ. നീ വാതിൽ തുറക്കുമോ? വിൽ യു ഓപ്പൺ ദ ഡോർ. നീ വാതിൽ തുറക്കുമോ? ഇംഗ്ലീഷ് പഠിപ്പിക്കുമോ എന്നിങ്ങനെ പറയാ? വിൽ യു ടീച്ച് മീ ഇംഗ്ലീഷ്. നീ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുമോ? വിൽ യു ടീച്ച് മീ ഇംഗ്ലീഷ്. നീ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുമോ? സന്ദർശിക്കുമോ എന്നെങ്ങനെ ചോദിക്കുക? വിൽ യു വിസിറ്റ് മീ. നീ എന്നെ സന്ദർശിക്കുമോ? വിൽ യു വിസിറ്റ് മീ. നീ എന്നെ സന്ദർശിക്കുമോ? എന്നെങ്ങനെ പറയാ? ഹി വിൽ കം സൂൺ. അവൻ ഉടൻ വരും. ഹി വിൽ കം സൂൺ. അവൻ ഉടൻ വരും. സൂൺ പറഞ്ഞാൽ ഉടൻ എന്നുള്ള അർത്ഥം, പെട്ടെന്ന്. പിന്നീട് വിളിക്കുന്ന എങ്ങനെ പറയാ? ഷീ വിൽ കാൾ യു ലേറ്റർ. അവൾ നിന്നെ പിന്നീട് വിളിക്കും. ഷീ വിൽ കാൾ യു ലേറ്റർ. അവൾ നിന്നെ പിന്നീട് വിളിക്കും. നാളെ എത്തും എങ്ങനെ പറയാ? ദേ വിൽ അറൈവ് ടുമാറോ. അവർ നാളെ എത്തും. അറൈവ് പറഞ്ഞാൽ എത്തിച്ചേരുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ദേ വിൽ അറൈവ് ടുമാറോ. അവർ നാളെ എത്തും. ഒരുമിച്ച് പോകുന്ന എങ്ങനെ പറയാ? വി വിൽ ഗോ ടുഗദർ. ഞങ്ങൾ ഒരുമിച്ച് പോകും. വി വിൽ ഗോ ടുഗദർ. ഞങ്ങൾ ഒരുമിച്ച് പോകും. എങ്ങനെ പറയാ? ഇറ്റ് വിൽ റെയിൻ ടുഡേ. ഇന്ന് മഴ പെയ്യും. ഇറ്റ് വിൽ റെയിൻ ടുഡേ. ഇന്ന് മഴ പെയ്യും. മേടിക്കുന്ന എങ്ങനെ പറയാം? മൈ ഫാദർ വിൽ ബൈ എ കാർ. എൻ്റെ അച്ഛനൊരു കാർ മേടിക്കും. മൈ ഫാദർ മേടിക്കുന്ന എങ്ങനെ പറയാം? മൈ ഫാദർ വിൽ ബൈ എ കാർ. എൻ്റെ അച്ഛനൊരു കാർ മേടിക്കും. മൈ ഫാദർ വിൽ ബൈ എ കാർ. എൻ്റെ അച്ഛനൊരു കാർ മേടിക്കും. എങ്ങനെ പറയാ? ഷീ വിൽ ബി ഹാപ്പി. അവൾ സന്തോഷവതിയായിരിക്കും. ഷീ വിൽ ബി ഹാപ്പി. അവൾ സന്തോഷവതിയായിരിക്കും. എങ്ങനെ പറയാ? ഹി വിൽ ഹെൽപ്പ് അസ്. അവൻ ഞങ്ങളെ സഹായിക്കും. ഹി വിൽ ഹെൽപ്പ് അസ്. അവൻ ഞങ്ങളെ സഹായിക്കും. എങ്ങനെ പറയാ? വി വിൽ വിൻ ദ മാച്ച്. ഞങ്ങൾ മത്സരം ജയിക്കും. വി വിൽ വിൻ ദ മാച്ച്. ഞങ്ങൾ മത്സരം ജയിക്കും. ശരിയാകും എങ്ങനെ പറയാം? എവരിത്തിങ് വിൽ ബി ഫൈൻ. എല്ലാം ശരിയാകും. എവരിത്തിങ് വിൽ ബി ഫൈൻ. എല്ലാം ശരിയാകും. പറയുന്ന പോലെ പറയുകയാണ്. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി എപ്പിസോഡ് കാണുക. വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഐഡിയ ഉണ്ടാവും. സംസാരിക്കാൻ ഒരു ധൈര്യം വരും കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.